മറുനാടൻ മലയാളി. നിങ്ങളോട് പലപ്പോഴും മറുനാടൻ മലയാളിയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പറയണമെന്നോ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പറയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ എൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മറുനാടൻ മലയാളി എന്ന് പറയുന്നത് ഒരു യൂട്യൂബ് ചാനലാണ്. ആ യൂട്യൂബ് ചാനൽ ഒരു വാർത്താ ചാനലല്ല, മറിച്ച് മറുനാടൻ ഷാജൻ അല്ലെങ്കിൽ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തിയുടെ ചിന്തകൾ പറയുന്ന ഒരു ചാനലാണ്. നിങ്ങൾ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ആ ചാനലിൻ്റെ ഒരു സ്ട്രക്ചർ ശ്രദ്ധിച്ചറിയാം. ഇപ്പോൾ ഒരു വാർത്ത അദ്ദേഹത്തിന് മുമ്പിൽ എത്തുന്നു, അദ്ദേഹം ആ വാർത്ത കൺവേ ചെയ്യുകയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് മറുനാടൻ ഷാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഷാജൻ സ്കറിയുടെ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഷാജൻ എന്ത് തോന്നുന്നോ ഷാജൻ അത് വന്നിട്ട് പറയുന്നു. ഇതിനകത്ത് എത്രമാത്രം അടിസ്ഥാനമുണ്ടെന്നോ എത്രമാത്രം സത്യമുണ്ടെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഷാജിന് മുമ്പിൽ ഒരു വാർത്ത വരുന്നത്, ഇപ്പം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത പറയാം. ഇപ്പം ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ പോയി എന്നൊരു വാർത്ത. അപ്പം ചാണ്ടി ഉമ്മനെ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ മറുനാടൻ ഷാജിൻ്റെ ഒരു രീതി ശ്രദ്ധിച്ചാൽ അറിയാം. മറുനാടൻ ഷാജി കുറേ ആൾക്കാരെ പിന്തുണയ്ക്കും, മറുനാടൻ ഷാജി കുറേ ആൾക്കാരെ എതിർക്കും. ആ എതിർക്കുന്ന ആളെ അന്ധമായിട്ട് എതിർത്തുകൊണ്ടിരിക്കും, അവർക്കെതിരെ അന്ധമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. അതിന് എക്സാമ്പിളാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ചാണ്ടി ഉമ്മൻ, PV അൻവർ, K സുരേന്ദ്രൻ, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ, ഒരു പരിധിവരെ പിണറായി വിജയൻ, ഇങ്ങനെയുള്ള ആൾക്കാരെ, KC വേണുഗോപാൽ, ഇവരെയൊക്കെ പുള്ളി ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം പുള്ളി പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ട്, അവരെ പുള്ളി പിന്തുണച്ചുകൊണ്ടേയിരിക്കും. അതിന് എക്സാമ്പിളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ശോഭ സുരേന്ദ്രനെ അദ്ദേഹം പിന്തുണയ്ക്കുന്നത്, എനിക്കത് ഉറപ്പില്ല. BJP നരേന്ദ്രമോദി അന്ധമായിട്ട് പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസിനെ മുമ്പിൽ, ഇവരെയൊക്കെ പുള്ളി പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ്. ബേസിക് ആയിട്ടുള്ള പുള്ളിയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് മുസ്ലിം വിരോധമാണ്, അന്ധമായ മുസ്ലിം വിരോധമാണ്. മുസ്ലിംസിനെതിരെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിയുടെ ഓഡിയൻസ് ആ വിദ്വേഷം ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ പുള്ളിയുടെ വീഡിയോ കാണുന്നവർ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുള്ളിയുടെ ചിന്തകൾ വന്ന് പറയുകയാണ്. അതായത് ഇപ്പം ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ പോയ സംഭവമാണല്ലോ ഞാൻ പറയാൻ പറ്റില്ല. ഇപ്പം ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ പോയത് അതൊരു വാർത്തയാണ്. ഇപ്പം നമ്മൾ അത് റിപ്പോർട്ട് ചെയ്ത്, ഇപ്പം നമ്മുടെ 24 ന്യൂസോ അല്ലെങ്കിൽ മനോരമ ന്യൂസോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളൊക്കെ, മനോരമ അടക്കമുള്ള ചാനലുകളൊക്കെ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? അതിൻ്റെ അത് അവർ പറയുന്ന ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ പോയി എന്നാണ്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ചാണ്ടി ഉമ്മൻ ഇനി അയ്യപ്പനേ രക്ഷയുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പം അങ്ങനെ ഒരു വാർത്തയൊക്കെ വാർത്തയല്ല, പുള്ളി അവിടെ വന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം പറയുകയാണ്. അപ്പം ഇത് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുള്ളി വന്ന് പറയുന്ന പുള്ളിയുടെ ചിന്തകളാണ്, പുള്ളിയുടെ ധാരണകളാണ്, പുള്ളിക്ക് തോന്നുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ന്യൂസ് അല്ല. പിന്നെ പുള്ളിയുടെ അജണ്ടകൾ, എന്തൊക്കെയോ അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട്, എന്തൊക്കെയോ അജണ്ടകളുണ്ട്. അന്ധമായിട്ടുള്ള BJP സപ്പോർട്ട് അദ്ദേഹം ചെയ്യാറുണ്ട്, BJP അദ്ദേഹം കണ്ടമാനം സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ അന്ധമായ മുസ്ലിം വിരോധം അദ്ദേഹം വെച്ച് പുലർത്താറുണ്ട്, അന്ധമായ ചില നേതാക്കളോടുള്ള വിരോധം വെച്ച് പുലർത്താറുണ്ട്. ഒരു പക്ഷേ വ്യക്തിപരമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലും അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന നിർദ്ദേശമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലുമൊക്കെ പിന്തുണയ്ക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധം, അന്ധമായിട്ടുള്ള ചില നേതാക്കളോടുള്ള വിരോധമൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കുള്ള വിരോധം നിങ്ങളിലേക്കും ജനിപ്പിക്കുന്ന രീതി, അതായത് പുള്ളിക്ക് ഒരാളെ ഇഷ്ടമല്ല എങ്കിൽ, ഇപ്പം എന്ന് പറയുന്ന വ്യക്തിയെ പുള്ളിക്ക് ഇഷ്ടമല്ലെങ്കിൽ പുള്ളി ലക്ഷ്യം വെക്കുന്നത് പുള്ളിയുടെ വീഡിയോ കാണുന്ന എല്ലാവരെ കൊണ്ടും എന്ന് പറയുന്ന വ്യക്തിയെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പുള്ളിക്കിപ്പം B എന്ന് പറയുന്ന പുള്ളിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പിന്തുണയ്ക്കുന്ന ആളാണെങ്കിൽ അവരെ മറ്റുള്ളവരെ കൊണ്ടും സ്നേഹിപ്പിക്കുക. അതായത് അവർക്ക് അനുകൂലമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ അവരെ പറ്റി പുകഴ്ത്തി അടിച്ച് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ പിന്തുണപ്പിക്കുക. അതാണ് പുള്ളിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ ഒരു ചാനൽ കാണുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചാനലിലെ വാർത്തകൾ കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു പരിപാടിയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഐഡിയോളജികൾ, പുള്ളിയുടെ ധാരണകൾ, പുള്ളിയുടെ ചിന്തകൾ, തോന്നലുകൾ ഒക്കെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ പുള്ളിയുടെ ചാനൽ കാണുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വാർത്താ ചാനലല്ല, ഇത് പുള്ളിയുടെ തോന്നലുകൾ പറയുന്ന ഒരു ചാനലാണ്. പുള്ളി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. ഫോർ എക്സാമ്പിൾ, മുസ്ലിം സമൂഹത്തിനെതിരെ വാർത്ത കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് മുസ്ലിം സമൂഹത്തെ വെറുപ്പിക്കാനായിട്ട് ഇയാൾ ചെയ്യുന്നതാണോ? ഇതിൽ എത്രമാത്രം വസ്തുതയുണ്ട്? പുള്ളി ഒരാളെ അന്ധമായിട്ട് പിന്തുണയ്ക്കുന്നു, പുള്ളി ഈ പറയുന്ന എത്രമാത്രം നല്ലവനാണോ ഈ പുള്ളി? അത്രമാത്രം സ്തുതിക്കപ്പെടേണ്ടവനാണോ ഈ പുള്ളി? നിങ്ങൾ ചിന്തിക്കുക. ഷാജന്റെ തോന്നലുകൾ എന്ന് വിലയിരുത്തി തന്നെ കാണുക. അങ്ങനെ കാണേണ്ട, വളരെ സൂക്ഷിച്ച് കാണേണ്ട ഒരു ചാനലാണ് മറുനാടൻ മലയാളി.